ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് പാലക്കാട് പോയാലോ. ഞങ്ങൾ വേറൊരു സ്ഥലമാണ് പ്ലാൻ ചെയ്തത്, പക്ഷേ ഇത് ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഞങ്ങൾ കൊല്ലങ്കോട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം എന്തായാലും പാലക്കാട് വരെ വന്നതല്ലേ, അപ്പോൾ കൊല്ലങ്കോട് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ വീഡിയോസിൽ കണ്ട പോലെ അല്ല ഗെയ്സ്, ആ സ്ഥലം എന്ന് പറയുന്നത് അത്ര അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ കാറിന് വരുന്നവരും ഇതേ നടന്നു വരുന്നത്, കാരണം അവിടെ റോഡ് പണി നടക്കുകയാണ്. ബൈക്കിലാണെങ്കിൽ കുഴപ്പമില്ല. അപ്പം ഈ ബ്യൂട്ടി നോക്കി എന്ത് രസമാണ് കാണാൻ വെച്ച് എനിക്ക് എങ്ങനെ പറഞ്ഞു തരണമെന്ന് പോലും അറിയത്തില്ല. പക്ഷെ കുറച്ച് കാറ്റുകാരുകളൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ചെറിയ മഴകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾക്ക് കാര്യം ഉണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ കോട ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മലയിൽ നിന്ന് കണ്ടില്ലേ, അമ്മാതിരി കോട വെച്ചാൽ നല്ല കോട ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്കൊക്കെ നേരിട്ട് കാണുമ്പോൾ എൻ്റെ പൊന്നു ഒത്തിരി രസമെന്നറിയോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നോക്കും അവിടെ തന്നെ നമ്മൾ സീതാകുണ്ടെന്ന് പറയണ ഒരു വാട്ടർഫോൾസ് ഉണ്ട്. അതത്ര ഭൂമിയില്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ നടന്ന് തന്നെ പോകേണ്ടി വരും, അല്ലെങ്കിൽ ബൈക്കാണെങ്കിൽ ബൈക്കിന് പോകേണ്ടി വരും, കാരണം വഴി കുറച്ച് മോശമാണ്. അപ്പം ഞങ്ങൾ വാട്ടർഫോൾസ് കയറില്ല, കുറച്ച് നടക്കണം. ഇപ്പോൾ ഒരു ചെറിയൊരു അമ്പലം കണ്ടു, ഒരു ആലക്കൊള്ള, അതൊരു പാറമടയും പിന്നെ മുകളിൽ. അപ്പം ഞാനും ജസ്റ്റ് ഒന്ന് കയറി പാറമടയിൽ. കിട്ടിയവൻ ബൈക്കും കൊണ്ടാണ് കയറിയത്, ഞാനും ബൈക്കുമ്പോൾ കയറി. അപ്പം കുറച്ച് ദൂരം എനിക്ക് കയറാൻ പറ്റുള്ളൂ. എന്നാലും ഞാൻ ഫുള്ള് കയറിയപ്പോഴാണ് എനിക്ക് അത്ഭുതപ്പെട്ടത്. ഒരു കൊക്കിയിരുന്നത് ഇങ്ങനെ ഉണ്ടത്, ഫുള്ള് പാറല്ലേ. അപ്പം ഞാൻ നോക്കുമ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ എന്താ ഫുള്ള് ഇങ്ങനെ ഒരു കൊക്ക പോലെ. പക്ഷെ അവിടെ നിന്ന് വെച്ച് നല്ല രീതിയിൽ കോട കാണാൻ പറ്റും, അത്രയും വലിയ കോട കാണാം. കണ്ട ഈ സ്റ്റോണൊക്കെ ഉള്ള മറ്റേ ഇതില്ലേ പാറക്കെട്ടുകൾ, അത്രയും നല്ല ആഴുണ്ടായിരുന്നിട്ടാ. എനിക്ക് പേടിയായിരുന്നു നോക്കാനായിട്ട്. എന്നാലും നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച ഞാൻ വീഡിയോ എടുത്താണ്. അപ്പോൾ ഒരു അമ്മമ്മ അവിടെ ആടിനെ കൊണ്ട് മേയ്ക്കുന്നുണ്ടായിരുന്നു. ആളെ വീട് താഴെയായിരുന്നു കേട്ടോ. നല്ല ഞാൻ കമ്പനി, നല്ല പാവ അമ്മമ്മയാണ്. അപ്പം ഇതാണ് കണ്ടില്ലേ നമ്മളെ പാറമടയിലുള്ള വ്യൂ. ഞാൻ വെറുതെ ഇങ്ങനെ ഇട്ടെന്നുള്ളൂ. അപ്പം ശരി, താങ്ക് യു.